കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ശക്തമായി തുടരുകയാണ്. കേരള ഗവൺമെൻറ് സംസ്ഥാന പൊതുമേഖലകൾ പൂർണ്ണമായി സംരക്ഷിക്കാനും കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമുള്ള മാതൃകാപരമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. സർ, കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന HNL ഏറ്റെടുത്തപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് KPPL എന്ന ഒരു കമ്പനി രൂപീകരിക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് വ്യക്തമാക്കാം. KPPL മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 5236 ടൺ ന്യൂസ് പ്രിന്റ് ഈ മെയ് മാസത്തിൽ നമുക്ക് ഉൽപ്പാദനം കൈവരിക്കാൻ കഴിഞ്ഞു. മലയാളത്തിലെ മുൻനിര പത്രങ്ങൾ മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ഹിന്ദു, ചന്ദ്രിക ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും, അതോടൊപ്പം തന്നെ ദിനതന്തി, ദിനകരൻ, ദിനമലർ, മാലെ, മലർ, തെലുങ്ക് ദിനപത്രങ്ങളായ സാക്ഷി, ആംബരജ്യോതി, നവതെലങ്കാന, പ്രജാശക്തി, ഹിന്ദി ഗുജറാത്തി പത്രങ്ങളായ ദൈനിക് ഭാസ്കർ, ഗുജറാത്ത് സമാചാർ, ടൈംസ് ഓഫ് ഇന്ത്യ, ബിസിനസ് സ്റ്റാൻഡേർഡ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഡെക്കാൻ ക്രോണിക്കൽ, ഈ പത്രങ്ങളെല്ലാം സാർ അച്ചടിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള KPPL ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂസ് പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്.